ഇന്നൊരു ഡിമ്മർ സർക്യൂട്ടാണിത്. ഇതിന് വേണ്ട സാധനങ്ങൾ 5 സാധനങ്ങളാണ് ഇതിന് മെയിനായിട്ട് എടുക്കുന്നത്. ഒരു ട്രയാക്ക്, ഒരു വേരിയബിൾ റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, ഒരു ഡയാക്ക്, ഒരു 10K റെസിസ്റ്റർ. ഇത് വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ ഇത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് തെർമൽ പേസ്റ്റ് ഇട്ട് ഫിറ്റ് ചെയ്യണം. ഇതിലെല്ലാം ടിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെറ്റ്. നമുക്കിനി ഇതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. ഇലക്ട്രിക്കൽ ഫീൽഡിൽ പരിചയമില്ലാത്തവർ ചെയ്ത് നോക്കുന്നെങ്കിൽ സേഫ്റ്റി നിർബന്ധമായും പാലിക്കണം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത്. കയ്യിൽ സേഫ്റ്റി ഗ്ലൗസ് ധരിച്ചതിന് ശേഷം ചെയ്യാം. ബാഗ് 2 കാലിൽ ബന്ധിപ്പിക്കുക. ട്രയാക്കിൻ്റെ നടുവിലെ കാലിലും വേരിയബിളിൻ്റെ റൈറ്റ് സൈഡിലെ കാലിലുമായിട്ട് ബന്ധിപ്പിക്കുക. പിന്നീടുള്ളത് ഈ ഒരു PF കപ്പാസിറ്ററാണ്. ഇതിൻ്റെ ട്രയാക്കിൻ്റെ ഇൻപുട്ടിലും ബന്ധിപ്പിക്കുക. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇതിലിഞ്ഞ് ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് കണക്ഷൻ എടുക്കാവുന്നതാണ് നമുക്ക്. അതിന് വേണ്ടി രണ്ട് വയർ സോൾട്ട് ചെയ്തെടുക്കുക. നമ്മളെല്ലാം സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷൻ നമ്മളിപ്പോൾ ഒരു ബൾബ് വഴിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ബൾബ് കൊടുത്തിട്ടുള്ള അതിൻ്റെ 2 കണക്ഷനാണ്. അതിൽ ബൾബിലേക്ക് പോകുന്ന ഒരു കണക്ഷൻ നമ്മൾ ഇതുവഴി കയറി ഇറങ്ങിയാണ് വരുന്നത്. ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. നമുക്ക് ഈ ബൾബിൻ്റെ വെളിച്ചം കൺട്രോൾ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് ബൾബ് വെട്ടം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ബൾബ് തീരെ ചെറിയ വെട്ടത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ഇത് ബൾബ് മാത്രമല്ല, ഇത് ഫാൻ കൺട്രോൾ ചെയ്യാൻ, വേഗത, മിക്സി കൺട്രോൾ ചെയ്യാം. മിക്സിയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ട്രയാക്കാണ്, ആംബിയർ കൂടിയ ടൈപ്പ്. നിർമ്മിക്കേണ്ടത് ഒരു പ്ലെയിൻ PCBയിലാണ്. ഇത് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പ്ലെയിൻ PCBയിൽ ചെയ്ത് ഇതൊരു പ്ലെയിൻ PCBയിൽ വേണം നിർമ്മിക്കാൻ.
ഇങ്ങനെ ഇത് ചെയ്ത് കാണിച്ചിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെയ്യുമ്പോൾ സേഫ്റ്റി നിർബന്ധമായും പാലിക്കുക, എന്നിട്ട് മാത്രം ചെയ്തു നോക്കുക.